കൃഷിമന്ത്രിക്കെതിരെ പത്രപരസ്യവുമായി ഹോർട്ടികോപ്പ് മുൻ എം.ഡി. അന്യസംസ്ഥാനങ്ങളിൽ നിന്നാണ് പച്ചക്കറി സംഭരിച്ചതെന്ന വാർത്ത തെറ്റാണെന്നും റംസാൻ അവധിയായതിനാലാണ് കേരളത്തിൽ നിന്ന് സംഭരിക്കാതിരുന്നതെന്നും മുൻ എം.ഡി. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുകയാണ്. ഷീജ, നേരത്തെ ഈ എം.ഡിക്കെതിരെയാണ് നടപടി സ്വീകരിച്ചത്. ഇതിനെ തുടർന്നുള്ള പത്രപരസ്യമാണോ എം.ഡി. നടത്തിയത്? അങ്ങനെയാണെങ്കിൽ കൃഷി മന്ത്രാലയത്തിന്റെ മറുപടി എന്തൊക്കെ ഈ വിഷയത്തിൽ? അജിംഷാദ്, ഈ മാസം 7-ാം തീയതിയായിരുന്നു തിരുവനന്തപുരം ആനേറ മാർക്കറ്റിൽ കൃഷിമന്ത്രി മിന്നൽ പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്നും വ്യാപകമായി പച്ചക്കറികൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഹോർട്ടികോർപ്പ് എം.ഡി. സുരേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. ഇതേ തുടർന്ന് ആണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പത്രപരസ്യം വന്നിരിക്കുന്നത്. അന്ന് റംസാൻ അവധിയായതിനാൽ ഇവിടെ തിരുവനന്തപുരം ആനേറ മാർക്കറ്റിൽ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ കൊണ്ടുവന്നിരുന്നു. എന്നാൽ അത് സംസ്ഥാനത്തെ ആഭ്യന്തര മാർക്കറ്റ് അവധിയായിരുന്നു. തിരുവനന്തപുരം, പ്രത്യേകിച്ചും നെടുമങ്ങാട് വേൾഡ് മാർക്കറ്റ് ഉൾപ്പെടെയുള്ളവ അവധിയായ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിക്കാതെ തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറികൾ കൊണ്ടുവന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പരസ്യത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ വാദം ഈ വിഷയത്തിൽ തെറ്റാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പത്രപരസ്യത്തിൽ പറയുന്നത്. ഇതിൽ കൃഷിമന്ത്രിയുടെ ഭാഗത്ത് നിന്നും പ്രതികരണം വന്നിട്ടുണ്ട്. ഇതിൽ തമിഴ്നാട്ടിൽ നിന്നും പ്രത്യേക സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തേക്ക് ഇത്തരത്തിൽ പച്ചക്കറികൾ കൊണ്ടുവന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും സുരേഷ് കുമാറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും തങ്ങളുടെ കൈവശമുണ്ട്. ഇത്തരത്തിൽ സുരേഷ് കുമാർ നിരന്തരം തമിഴ്നാട്ടിൽ ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ അന്തർ സംസ്ഥാന കൗൺസിലിൽ प्रधानमंत्री സംസാരിക്കുന്നു. തത്സമയം और उन्होंने बहुत बड़ी मात्रा में केरोसिन की खपत बचाई है और उसके कारण उनको काफी मात्रा में धनराशि भी उपलब्ध हुई है, जो धनराशि उनको पहुंच गई है। एक अनुमान है, अगर सभी थोड़ा थोड़ा करें और 25% भी खपत कम हो जाए, लोगों का कोटा कम नहीं करना है, लेकिन जो हकदार हैं उनको मिले, ये अगर हम कर लें 25%, तो एक अनुमान है कि 1600 करोड़ रुपया राज्यों को मिल सकता है। जो सब्सिडी बचेगी, जो राज्यों को देने का सरकार का फैसला है, ये बहुत बड़ा इंसेंटिव है। तो हम अगर हमारी व्यवस्था में सुधार लाएंगे तो इसका लाभ सीधा सीधा राज्यों को मिलेगा। इंटर स्टेट काउंसिल सेंटर स्टेट रिलेशन के साथ ही उन विषयों पर भी चर्चा का मंच है जो देश की बड़ी आबादी से जुड़े हुए हैं। कैसे नीति निर्धारण के स्तर पर इन मुद्दों को सुलझाने के लिए एक राय बनाई जा सकती है, कैसे एक दूसरे से परस्पर जुड़े विषयों को सुलझाया जा सकता है। इसलिए इस बार इंटर स्टेट काउंसिल में पुंछी कमीशन की रिपोर्ट के साथ ही 3 और अहम विषयों को भी चर्चा के लिए प्रस्तुत किया गया है। उसमें एक है आधार। हम सब जानते हैं कि संसद में आधार एक्ट 2016 अब पास हो चुका है। इस एक्ट के पास होने के बाद अब हमें सब्सिडी हो या फिर तमाम दूसरी सुविधाएं हो, डायरेक्ट कैश ट्रांसफर के लिए आधार के प्रयोग की सुविधा अब हमें प्राप्त हुई है। 128 करोड़ की आबादी वाले हमारे देश में अब तक 102 करोड़ लोगों का आधार कार्ड बांटे जा चुके हैं। यानी अब देश की 79% जनसंख्या के पास आधार कार्ड है। और उसमें भी अगर हम एडल्ट्स को सोचें, वयस्कों की बात करें, तो देश के 96% नागरिकों के पास आधार कार्ड है। आप सभी के समर्थन से इस साल के अंत तक हम देश के हर नागरिक को आधार कार्ड से जोड़ पाएंगे। और मैं इसके लिए मुख्यमंत्रियों का, राज्य सरकारों का भी आभार व्यक्त करता हूं कि इस काम में उन्होंने काफी तेजी लाई है और काफी बल दिया है, और उसके कारण ये संभव हुआ है। അന്തർ സംസ്ഥാന കൗൺസിലിൽ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ വിവരങ്ങളുമായി സന്തോഷ് എം, ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് പ്രധാനമന്ത്രി പറയുന്നത്? യോഗത്തിൻ്റെ അജണ്ട എന്തൊക്കെ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുക്കുന്നുണ്ട്.
അജിംഷാദ്, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ചേരുന്നത്. ഇന്നത്തെ ഈ യോഗത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിമാരും അതോടൊപ്പം തന്നെ കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും പങ്കെടുക്കുന്നുണ്ട്. ഈ യോഗത്തിൻ്റെ പ്രധാന അജണ്ട ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആധാർ കാർഡുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ്. ആധാർ കാർഡ് സബ്സിഡികൾ ലഭിക്കുന്നതിനാവശ്യമായ തിരിച്ചറിയൽ രേഖയായി മാറ്റാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ചർച്ചയുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും സുപ്രധാനമായ വിഷയം ആഭ്യന്തര സുരക്ഷയാണ്. പ്രത്യേകിച്ചും ചില സംസ്ഥാനങ്ങളിൽ, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ IS-ന്റെ സ്വാധീനവും അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീരിൽ സംഘർഷവും തുടരുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആഭ്യന്തര സുരക്ഷയെ സംബന്ധിച്ച ചർച്ചകളായിരിക്കും പ്രധാനമായും ഉണ്ടാകുക. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളുണ്ട്. ഇതുകൂടാതെ കേന്ദ്ര സംസ്ഥാന ബന്ധം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ ചർച്ചകളുണ്ട്. ഏതായാലും 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ യോഗം ചേരുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. ഇതുകൂടാതെ കേരളത്തെ സംബന്ധിക്കുന്ന ചില പ്രത്യേക വിഷയങ്ങൾ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവതരിപ്പിക്കും. പ്രധാനമായും കുളച്ചിൽ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം നൽകിയത് വിഴിഞ്ഞം പദ്ധതിക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ ആശങ്ക പ്രധാനമന്ത്രിയെ അറിയിക്കും. പ്രധാനമന്ത്രിയുമായുള്ള പ്രത്യേക കൂടിക്കാഴ്ചയ്ക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തുറമുഖ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും ദില്ലിയിലെത്തിയിട്ടുണ്ട്. നാളെ കേരളത്തിൽ നിന്നുള്ള MP-മാരുടെ യോഗവും ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ വെച്ച് പാർലമെന്റിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച തീരുമാനവും ഉണ്ടാകും. അജിംഷാ. ശരി, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. JDU സംസ്ഥാന സമിതി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. തെരഞ്ഞെടുപ്പിലേറ്റ സമ്പൂർണ്ണ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത്. UDF-ൽ തുടരുമ്പോഴും പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് എല്ലാ കാലവും കോൺഗ്രസ് തുടർന്നതെന്നും ഇതിൻ്റെ തുടർച്ചയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായ സമ്പൂർണ്ണ പരാജയമെന്നും വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തിൽ UDF-ൽ തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ സംസ്ഥാന സമിതിയിൽ ചർച്ചയുണ്ടായേക്കും. അല്പസമയത്തിനുള്ളിൽ യോഗം ആരംഭിക്കും. പാലക്കാട് ജില്ലയിൽ കോളറ സ്ഥിരീകരിച്ചു. ചിറ്റൂർ വട്ടഞ്ചേരിയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. 27 പേർ വയറിളക്കം ബാധിച്ച് ചികിത്സയിലാണെന്ന് DMO അറിയിച്ചു. ഇപ്പോൾ വിവരങ്ങളുമായി ലതീഷ് ചേരുകയാണ്. ലതീഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അജിംഷാദ്, പാലക്കാട് ജില്ലയിലെ പട്ടഞ്ചേരിയിലാണ്, ചിറ്റൂർ താലൂക്കിലെ പട്ടഞ്ചേരിയിലുള്ള ഒരു ആൺകുട്ടിക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 27 പേർ വയറിളക്കം ബാധിച്ച് പാലക്കാട് ജില്ലാ ആശുപത്രിയിലും അതേപോലെ തന്നെ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലുമായി ചികിത്സയിലുണ്ട്. എന്നാൽ ഇവർക്കൊന്നും കോളറയാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രോഗം പടരാതിരിക്കാനുള്ള ജാഗ്രതാ പ്രവർത്തനങ്ങൾ, പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം തന്നെ ആരംഭിച്ചിരുന്നു. ഈ പ്രദേശങ്ങളിലുള്ള 3 പേർ വയറിളക്കം ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മരണപ്പെട്ട 3 പേർക്കും, അത് 2 ആഴ്ച മുമ്പാണ്, 2 ആഴ്ചക്കുള്ളിലാണ് ഈ 3 പേർ മരണപ്പെടുന്നത്. ഇവർക്കും കോളറയാണെന്നുള്ള പരിശോധനാ ഫലം ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും കൂടുതൽ പേർക്ക് രോഗം പടരാതിരിക്കാനുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് ഊർജിതമാക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിലും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലും വയറിളക്കം ബാധിച്ച് ചികിത്സ തേടുന്നവർക്കായി പ്രത്യേക ചികിത്സാ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടം ആരോഗ്യവകുപ്പുമായി ചേർന്നുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട്. അജിംഷാദ്, അതായത് ലതീഷ്, നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായ രോഗങ്ങൾ ഓരോന്നായി തിരികെ വരുന്നു. ഡിഫ്തീരിയ അടക്കമുള്ളവ നാം കണ്ടതാണ്, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്ത്. അങ്ങനെയാണെങ്കിൽ കോളറ ഒരിക്കൽ കൂടി സ്ഥിരീകരിക്കുന്നു എന്നത് ഗൗരവമായ കാര്യമല്ലേ? ഒരാൾക്കാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്, പക്ഷേ നിരവധി പേർ വയറിളക്കം ബാധിച്ച് ചികിത്സ തേടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് അടിയന്തരമായി എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഇതേ സംബന്ധിച്ച് എന്തൊക്കെ വിശദീകരണങ്ങളാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്നത്? ലതീഷ്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ ഊർജിതമാക്കിയിരുന്നു. ഈ പ്രദേശങ്ങളിൽ ചിറ്റൂർ താലൂക്കിലെ ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച തന്നെ പട്ടഞ്ചേരിയിലും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ക്ലോറിനേഷൻ ഉൾപ്പെടെയുള്ള ഇതിനകം തന്നെ നടത്തി കഴിഞ്ഞു. അത് നേരത്തെ വയറിളക്കം ബാധിച്ച് കൂടുതൽ പേർ ചികിത്സ തേടിയ ഒരു സാഹചര്യത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ് രംഗത്ത് വന്നിരുന്നത്. എന്നാൽ കോളറ കൂടി സ്ഥിരീകരിച്ചതോടെ, കോളറ സ്ഥിരീകരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് ഇന്ന് രാവിലെയാണ് ജില്ലാ മെഡിക്കൽ വിഭാഗത്തിന് ലഭിച്ചത്. ഇതോടുകൂടി DMO അടക്കമുള്ളവർ പട്ടഞ്ചേരിയിലേക്ക് പോവുകയും അവിടെ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരെ വിന്യസിച്ചുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സജീവമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് പരമാവധി മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികളും ജില്ലാ ഭരണകൂടവും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പുമായി ചേർന്നുകൊണ്ട് നടത്തുന്നുണ്ട്. അജിംഷാദ്. ശരി ലതീഷാണ് വിവരങ്ങൾ നൽകിയത്.
വാർത്തകളിലേക്ക്. അരുണാചലിൽ കോൺഗ്രസ് മന്ത്രിസഭ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടാനിരിക്കെ പേമാ ഖണ്ഡുവിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗമാണ് പേമാ ഖണ്ഡുവിനെ തെരഞ്ഞെടുത്തത്. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, നിലവിലെ മുഖ്യമന്ത്രിയെ മാറ്റിക്കൊണ്ടുള്ള തീരുമാനത്തിന് പിന്നിൽ? അജിംഷാദ്, വളരെ സുപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് വിശ്വാസ വോട്ട് തെളിയിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ നടത്തുന്നത്. നിലവിൽ മുഖ്യമന്ത്രിയായിരുന്ന നബാം തുക്കിയെ മാറ്റി പകരം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി പെമാ ഖണ്ഡുവിനെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ വിശ്വാസ വോട്ട് തെളിയിക്കുന്നതിന് വിമത MLA-മാരുടെയും മറ്റും പിന്തുണ നബാം തുക്കിക്ക് നൽകില്ല എന്ന കാര്യങ്ങൾ വ്യക്തമായി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് നിലവിൽ നബാം തുക്കിയെ മാറ്റാനും പകരം പെമാ ഖണ്ഡുവിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിച്ചത്. പെമാ ഖണ്ഡുവിനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്തുണ വിമത MLA-മാരും വാഗ്ദാനം ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ നബാം തുക്കിയെ മാറ്റിയിരിക്കുന്നത്. നിലവിൽ 2 മണിയോട് അടുത്ത് തന്നെ വിശ്വാസ വോട്ട് നിലവിൽ കോൺഗ്രസ് തേടിയേക്കുമെന്നാണ് അറിയുന്നത്. എന്നാൽ അതേസമയം മുൻ കോൺഗ്രസ് വിമത MLA കൂടിയായിരുന്ന കലിഗോ പുൽ പറയുന്നത് തനിക്ക് 45 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ്. കഴിഞ്ഞ ദിവസം 36 MLA-മാരും മറ്റുമായി മാധ്യമങ്ങൾ മുമ്പാകെ തന്നെ കലിഗോ പുൽ എത്തിയിരുന്നു. ഇതിനെ തടയിടാൻ ഈ പെമാ ഖണ്ഡുവിന്റെ പിന്തുണ ഇതിലൂടെ സാധിക്കും എന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഇന്ന് വിശ്വാസ വോട്ട് തെളിയിക്കാനായില്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാകുന്നത്. തിരിച്ചടികൾക്കിടയിലും BJPക്ക് ചെറിയ രീതിയിലെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു നടപടിയുമാകുന്നത്. എന്തായാലും അല്പസമയങ്ങൾ മാത്രമാണ് നിലവിൽ വിശ്വാസ വോട്ട് തെളിയിക്കാൻ ബാക്കിയുള്ളത്. തീർച്ചയായും മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കോഴിക്കോട് കുറ്റ്യാടിയിൽ ലീഗ് പ്രവർത്തകനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ 2 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. അബ്ദുറഹ്മാൻ, റഷീദ് എന്നിവരെക്കെതിരെയാണ് കേസെടുത്തത്. ഇവർ ഒളിവിലാണ്. വിവരങ്ങളുമായി സിജു കണ്ണൻ ചേരുന്നു. സിജു, എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, കഴിഞ്ഞ ദിവസം കുറ്റ്യാടി വേളത്ത് യൂത്ത് ലീഗ് പ്രവർത്തകനെ കുത്തിക്കുന്ന സംഭവത്തിലാണ് 2 SDPI പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. SDPI പ്രവർത്തകരായ അബ്ദുറഹ്മാൻ, ബഷീർ എന്നിവർക്കെതിരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ഇവരാണ് ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആരോപിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നിലവിൽ ഇവർ 2 പേരും ഒളിവിലാണ്. അതേസമയം കൊല്ലപ്പെട്ട നസീറുദ്ദീന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 7:30 വേളത്ത് സംഭവം നടന്നത്. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നസീറുദ്ദീനെ തടഞ്ഞു നിർത്തി ഒരു സംഘം കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. ദിവസങ്ങളായി ഈ പ്രദേശത്ത് SDPI ലീഗ് സംഘർഷം നിലനിന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഈ അക്രമ സംഭവം നടന്നത്. അജിംഷാദ്. ശരി, സിജു കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കുളച്ചൽ പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറണമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പദ്ധതി വിഴിഞ്ഞത്തിന് തടസ്സമാകുമെന്നും മന്ത്രി ദില്ലിയിൽ പറഞ്ഞു. നമ്മുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും നമ്മുടെ പദ്ധതി സുഗമമായി പ്രാവർത്തികമാക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മ ഉണ്ടാക്കണമെന്നതാണ് നാളത്തെ യോഗത്തിൻ്റെ പ്രധാനമായ ഒരു ഉദ്ദേശം. ഇല്ല, ഒരു ഏറ്റുമുട്ടലിൻ്റെ ഒരു സ്വഭാവമൊന്നും സംസ്ഥാന ഗവൺമെൻറ് സ്വീകരിച്ചിട്ടില്ല. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ വളരെ പരിപക്വമായിരുന്നു. അത് പറയേണ്ട ആ നിലവാരത്തിൽ തന്നെ പറയുകയും ഏതെങ്കിലും നിലയിലുള്ള ഒരു നമ്മുടെ ഏറ്റുമുട്ടലിൻ്റെയോ അല്ലെങ്കിൽ മറ്റു നിലയിലുള്ള ഒരു അനാരോഗ്യകരമായ നിലപാടുകളൊന്നും ഇവർ സ്വീകരിച്ചിട്ടില്ല.